വേറൊന്നും നമുക്ക് അതിൽ പറയാനില്ല. ഓക്കെ, നമുക്കിനി വിഷയത്തിലേക്ക് വരാം. ഞാൻ 2 കോപ്പി എടുത്തിട്ടുണ്ട്. ആർക്കാ എങ്ങനെയെന്ന് വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഇമെയിലായിട്ടോ അല്ലെങ്കിൽ PDF ആയിട്ടോ ഇനിയിപ്പോൾ സ്പീഡ് പോസ്റ്റ് ആയിട്ടോ സീക്രട്ട് ഏജൻറ്റിനോ ആയിരിക്കാമെന്ന് വെച്ചാൽ അയച്ചുതരാം. അപ്പോൾ അവർ ഇതായിക്കോ. അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ കാണിച്ചു തരാം. ഇതിൽ ഞാൻ ലൊക്കേഷൻ കാണിക്കില്ല, കാരണം എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഒളിവിലാണ്. ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞു. അപ്പോൾ മറ്റേ വീഡിയോയിൽ ഞാൻ ഒരു അബദ്ധത്തിൽ പറഞ്ഞു പോയത്, അത് മൊത്തത്തിൽ ട്രോളും പരിപാടിയിലായിട്ട് ഇറങ്ങി. അപ്പോൾ ഞാൻ ലൊക്കേഷൻ ഞാൻ മറച്ചു പിടിക്കുന്നു, ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഞാൻ കാണിക്കാം. ലൊക്കേഷൻ മാത്രം ഞാൻ ഒന്ന് മറച്ചു പിടിക്കുന്നു. കാരണം എന്താ വെച്ചാൽ ലൊക്കേഷൻ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിലാണ്. ഇപ്പോൾ ഒന്നാമത് മഞ്ചേരിയിലും ഇങ്ങനെ കുറച്ച് സ്റ്റേഷൻസ്, ഇതിനെക്കുറിച്ചൊന്നും അധികം പറയാൻ പറ്റില്ല എന്നാണ് വക്കീൽ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ അധികം പറയുന്നില്ല. എൻ്റെ പേരിൽ ഇപ്പോൾ കുറച്ച് കേസുകൾ വന്നിട്ടുണ്ട്. ഇവൻ കൊടുത്ത കേസുകളും അല്ലാതെ ഉള്ള രീതിയിലുള്ള കുറച്ച് കേസുകളും വന്നിട്ടുണ്ട്. അതൊക്കെ പക്ഷേ സത്യം എൻ്റെ ഭാഗത്തായിക്കൊണ്ട് എനിക്കതിൽ പേടിയൊന്നുമില്ല. അത് വാദിക്കേണ്ട പോലെ സത്യം എൻ്റെ കയ്യിൽ തെളിവുകളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് എനിക്ക് പേടിയില്ല. പക്ഷെ എന്നാലും ഞാൻ പറയും, ഈ പറഞ്ഞ പോലെ കേസുകൾ ഉള്ളത് കൊണ്ട് എനിക്ക് പേടിയാണ്. ഈ പറഞ്ഞ പോലെ എന്ന് പറയുന്നത് ഒന്ന് ക്ഷമിക്കണം കേട്ടോ, സോറി. എൻ്റെ നേച്ചർ ഞങ്ങൾക്ക് സംസാരിക്കുമ്പോൾ അങ്ങനെ വന്നു. ഞാൻ പ്രീ പ്ലാൻഡ് ആയിട്ട് സ്ക്രിപ്റ്റ് ആയിട്ട് വരുന്നതല്ല, അതുകൊണ്ട് അങ്ങനെ വരുന്നതാ. ഓക്കെ, അപ്പോൾ ഈ ലൊക്കേഷൻ മാത്രമേ ഞാൻ ഒന്ന് മറച്ചു പിടിക്കുന്നു. കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ പോലീസിന് ഒറ്റ കൊടുക്കുക അല്ലെങ്കിൽ എന്താ എനിക്ക് അറിയില്ല, എനിക്ക് പേടിയാണ്, എനിക്ക് മൊത്തത്തിൽ പേടിയാണ്. അതുകൊണ്ട് മാത്രം ഞാൻ ഈ ലൊക്കേഷൻ ഒന്ന് മറച്ചു പിടിക്കുന്നു. പക്ഷേ ഞാൻ ഇത് ആയിരിക്കാമെന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ലൊക്കേഷൻ ഒന്നും മറക്കാണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം ഞാൻ വിട്ടുതരുന്നതായിരിക്കും. നിങ്ങൾക്ക് അവിടെ പോയിട്ട് വേണമെങ്കിൽ അവിടെ വന്നിട്ട് അന്വേഷിക്കാം, അല്ലെങ്കിൽ അവരെ വിളിച്ച് അന്വേഷിക്കാം. ഏത് രീതിക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് അന്വേഷിക്കാൻ പറ്റും. എനിക്കറിയാം ഇത് ഒരു 3 ആഴ്ച വരെ ഉള്ളത് ഇതിൽ കിട്ടുമെന്നുള്ള പൂർണ്ണ ബോധ്യം ഞങ്ങൾക്കുണ്ട്. പക്ഷേ ഇതിൻ്റെ മുകളിലേക്കുള്ളത് ബ്ലഡ് ടെസ്റ്റ് നടത്തണമെങ്കിൽ നിങ്ങൾ പറയുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ എവിടെയാണോ നിങ്ങൾ പറയുന്ന പോലെ ഞാനത് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. മനസ്സിലായോ? ഞാനിങ്ങനെ ഈ ഒരു സംഭവം എൻ്റെ പേരിൽ അലിഗേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ എനിക്കത് ക്ലിയർ ചെയ്യണം എന്നുള്ള ഒരു ബോധം എനിക്ക് ഉണ്ട്. മനസ്സിലായോ? അല്ലാണ്ട് മറ്റേ കുന്നിൻ്റെയും മലൻ്റെയും പോയിൽ എന്തൊക്കെയോ ബായി തോന്നിയും പറഞ്ഞൊരു മസാല ഇതും അടിച്ചിറക്കിയിട്ട് പിന്നെ കുന്നിൻ്റെയും മലൻ്റെയും മുകളിൽ പോയിട്ട് ഒളിച്ച് നിന്നിട്ട് ഉള്ള പരിപാടി ഞങ്ങൾക്ക് അറിയില്ല. എൻ്റെ പേരിൽ ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഞാനത് തെളിയിക്കുക തന്നെ ചെയ്യും. അതുപോലെ വന്ന് തെളിയിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഇത്രയൊക്കെ പൊളിഞ്ഞ് പാളീസായി പോയാലും കുറച്ചെങ്കിലും ഈ പറഞ്ഞ പോലെ ഒന്ന് തെളിയിക്കാൻ നോക്ക്. കാരണം എന്തെങ്കിലും 1% തെളിയിക്കാനുണ്ടെങ്കിൽ വന്ന് തെളിയിക്കാൻ നോക്ക്. അല്ലെങ്കിൽ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണോ ഇങ്ങനെ പേടിച്ചിരിക്കുന്നത്? ഞാൻ കുറേ നാളായി ഞാൻ പറയുന്നത് മറ്റേ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് കുറേ ചാലഞ്ച് പറഞ്ഞിട്ടുണ്ടായി. ഞാൻ എല്ലാ ചാലഞ്ചും എടുക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഇത് ചെയ്യാത്ത ഒരാളപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇത് ചെയ്യാത്തതെന്നുള്ളത് ഊഹിച്ചാൽ മതിയാവും. അപ്പോൾ ഓക്കെ, ഞാൻ ലൊക്കേഷൻ മറച്ചു പിടിച്ച് ഞാൻ കാണിക്കാം. ഈ പറഞ്ഞ പോലെ ലൊക്കേഷൻ മാത്രമേ ഒന്ന് മറച്ചു പിടിക്കുന്നത്. ഇത് മറ്റേ ഇതായിട്ടായിരിക്കും നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് ഫോൺ മറച്ചു പിടിച്ചാലോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് മാറ്റിയാലോ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാ ലിയോ ലാബ്സ് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. ലിയോ ലാബ്സ് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഞാൻ ഇത് എടുത്തിട്ടുള്ളത്. എന്താ സോ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ സമയങ്ങൾ 18/6 സമയങ്ങൾ കാര്യങ്ങളെല്ലാം ഇതിലുണ്ട്. ഗവൺമെൻറ് ഓതറൈസ്ഡ് ആണിത്. ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞതും ഇതിൽ ഞാൻ കണ്ടതും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇതാ നാഷണൽ അക്കാഡമിഷ്യൻ ബോർഡ് ഫോർ ടെസ്റ്റ് ആൻഡ് സർട്ടിഫിക്കേഷൻ എന്നാണ് ഇതിൽ ഉള്ളത്. മനസ്സിലായോ? ഇതാണ് അതിൻ്റെ ഒറിജിനൽ. ഇതിൻ്റെ കോപ്പിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ആയിരിക്കും വേണമെങ്കിൽ അയച്ചു തരാം, നോ പ്രോബ്ലം. അപ്പോൾ ഇതാ ഡേറ്റും ഇതൊക്കെ കണ്ടല്ലോ. എൻ്റെ പേര് കണ്ടോ, മുഹമ്മദ് ഷമീർ TK. ഇതാ വയസ്സ് 25, സെൽഫ് ഇതാ. ഓക്കെ, ഇനി ഞാൻ ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. ഇതാണ് ഇപ്പോൾ ഉള്ള ഇത്. മനസ്സിലായോ? ഇതൊക്കെയാണ് ഞാൻ നടത്തിയ ടെസ്റ്റുകൾ. ഇതിൻ്റെ അപ്പുറത്ത് ഒന്നുണ്ട് പേജ്, ഇതിൻ്റെ അപ്പുറത്തൊരു പേജും ഉണ്ട്, അതും ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. യൂറിൻ ഫോർ ടോക്സിക്കോളജി 12 ഡ്രഗ് ടെസ്റ്റ്, അതാണ് ഞാൻ ചെയ്തത്. ആംഫെറ്റമൈൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, AMP എന്ന് പറയും. അത് നെഗറ്റീവാണ്, രണ്ടും നെഗറ്റീവാണ്. പിന്നെ ബാർബിറ്റുറോസ് BAR എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. എനിക്ക് ഇതിൻ്റെ മെഡിക്കൽ ടേമോ കാര്യങ്ങളൊന്നും അറിയില്ല. ഇതിൽ എഴുതിയത് ഞാൻ അതുപോലെ വായിക്കുന്നതാണ്. ഇതിനെക്കുറിച്ച് വിവരമുള്ള ആളോടോ ബുദ്ധിയുള്ള ആളോടോ നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അതും രണ്ടും നെഗറ്റീവാണ്. പിന്നെ ബെൻസോഡിപൈൻ BSD എന്ന് പറഞ്ഞിട്ടുള്ളുണ്ട്, അതും രണ്ടും നെഗറ്റീവാണ്. പിന്നെ കൊക്കൈൻ COC, അതും രണ്ടും നെഗറ്റീവാണ്. മെത്താംഫെറ്റമൈൻ MET,
രണ്ടും നെഗറ്റീവാണ്. മോർഫിൻ MOR അതും രണ്ടും നെഗറ്റീവാണ്. പിന്നെന്താ മെത്താഡോൺ അതും രണ്ടും നെഗറ്റീവാണ്. പെൻസിലിഡൈൻ രണ്ടും നെഗറ്റീവാണ്. പ്രൊപ്പോക്സിപ്പിൻ PPX രണ്ടും നെഗറ്റീവാണ്. ട്രൈസൈക്ലിക്സ് ആൻറ്റി ഡിപ്രസൻസ് TCA അതും രണ്ടും നെഗറ്റീവാണ്. ടെട്രാ ഹൈഡ്രോ കെനിബിനുളോസ് THC ഇതും രണ്ടും നെഗറ്റീവാണ്. അപ്പോൾ ഇതിപ്പോൾ എത്ര എണ്ണ ഞാൻ വായിച്ചത്? 1 2 3 4 5 6 7 8 9 10 11 എണ്ണ ഞാൻ ഇപ്പം വായിച്ചുള്ളൂ. ഒന്നിപ്പുറത്തുണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ കാണിക്കാം. ലൊക്കേഷൻ മാത്രം ഒന്ന് മറിച്ച് പിടിക്കട്ടെ. അതും കൂടി ഞാൻ കാണിക്കാം. ഈ പറഞ്ഞ പോലെ ഇതാ ഡോക്ടർ സൈൻ ഉണ്ട്, ഇതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. സ്ക്രീൻഷോട്ട് എടുത്ത് ഇങ്ങനെ കാണാൻ പറ്റും. ഓക്കെ. അപ്പോൾ എക്സ്റ്റസി MDMA അതും രണ്ടും നെഗറ്റീവാണ്. ഓക്കെ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി എന്താണോ ഓപ്പൺ ചാലഞ്ച് പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് ഞാൻ തെളിയിക്കേണ്ടതല്ല. ഇത് മൂപ്പരാന്ന് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഓപ്പൺ ചാലഞ്ച് പറഞ്ഞുകൊണ്ട് ഇത് ഞാൻ തെളിയിക്കേണ്ടതാണ്. ഞാനിത് യൂസ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഇതാക്കിയിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ അഡ്മിറ്റ് ചെയ്ത ഞാൻ എത്ര വർഷങ്ങൾക്ക് മുമ്പ് യൂസ് ചെയ്തതെന്ന് ഞാൻ അഡ്മിറ്റ് ചെയ്ത കാര്യമാണ്. അതിന് ശേഷം ഞാൻ പറഞ്ഞ എൻ്റെ പാഷൻ സ്ട്രീമിംഗ് ആണ്. എൻ്റെ പാഷൻ ഇതൊരു കരിയറായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ ഞാൻ ഇത്രയും കാര്യങ്ങൾ വന്ന് കാണിക്കുന്നതും ഇതാക്കിയതും എല്ലാം. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ മൂപ്പര് പറഞ്ഞ അലിഗേഷൻസ് എല്ലാം മൂപ്പര് തന്നെ തെളിയിക്കേണ്ട കാര്യങ്ങളാണ്. അല്ലാതെ അത് എനിക്ക് തെളിയിക്കാൻ പറ്റില്ല. കാരണം അങ്ങനെ ഒരു സംഭവം ഇല്ല. ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ അതെടുത്ത് കാണിക്കാൻ ഞാൻ പറഞ്ഞു. സോ അതില്ലാന്ന് തന്നെ നമുക്ക് കണക്ക് കൂട്ടാം. അല്ലെങ്കിൽ